വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് പെരിന്തൽമണ്ണ നഗരസഭയിൽ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ വികസന സന്ദേശ ജാഥ. നഗരസഭാ ചെയർമാൻ പി ഷാജിയാണ് ജാഥ നയിക്കുന്നത്. സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എംഎൽഎയുമായിരുന്ന വി ശശികുമാർ വികസന സന്ദേശ ജാഥ ഉദ്ഘാടനം ചെയ്തു. അത് ലാസ്റ്റാണ് വായിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. എൽഡിഎഫിന്റെ വികസന സന്ദേശ ജാഥ എൽഡിഎഫ് പെരിന്തൽമണ്ണ മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വികസന സന്ദേശ ജാഥ നവംബർ 14, 15, 16 തീയതികളിൽ നിങ്ങളുടെ നാട്ടിലൂടെ, നിങ്ങളുടെ മുന്നിലൂടെ കടന്നു വരികയാണ്. വികസന ക്ഷേമ മുന്നേറ്റങ്ങളുടെ 3 പതിറ്റാണ്ട് എൽഡിഎഫ് തുടരും എന്ന മുദ്രാവാക്യമുയർത്തി എൽഡിഎഫ് പെരിന്തൽമണ്ണ. വികസന ക്ഷേമ മുന്നേറ്റങ്ങളുടെ 3 പതിറ്റാണ്ട്. ഇതാണ് പെരിന്തൽമണ്ണ നഗരസഭയിൽ സിപിഎമ്മിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആദ്യ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ മുദ്രാവാക്യം. നടപ്പാക്കിയ വികസന നേട്ടങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും പ്രചരിപ്പിച്ച 3 ദിവസങ്ങളിൽ നഗരസഭയിലെ 27 കേന്ദ്രങ്ങളിലൂടെയാണ് വികസന സന്ദേശയാത്ര കടന്നുപോകുന്നത്. ഏരിയ കമ്മിറ്റി അംഗവും നഗരസഭാ ചെയർപേഴ്സണുമായ പി ഷാജിയാണ് ജാഥ നയിക്കുന്നത്. സ്ഥിരം സമിതി അധ്യക്ഷനും മുനിസിപ്പൽ കൺവീനറുമായ കെ ഉണ്ണികൃഷ്ണനാണ് വൈസ് ക്യാപ്റ്റൻ. ഏരിയ കമ്മിറ്റി അംഗവും നഗരസഭ വൈസ് ചെയർപേഴ്സണുമായ എ നസീറയാണ് ജാഥ മാനേജർ. പൊന്നിയാകുറിശ്ശിയിൽ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എംഎൽഎയുമായ വി ശശികുമാർ വികസന സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിൽ എൽഡിഎഫ് ഭരണസമിതി കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും ഒപ്പം രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുമെന്ന് വി ശശികുമാർ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായി വരുന്നത്. ഒന്ന് ക്ഷേമം, മറ്റൊന്ന് വികസനം. ക്ഷേമവും വികസനവും മുൻനിർത്തിയാണ് ഇടതുപക്ഷ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ പ്രധാനമായി അഭിമുഖീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ ജനജീവിതത്തെ ബാധിക്കുന്ന ഗൗരവമായ രാഷ്ട്രീയ പ്രശ്നങ്ങളും തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചാ വിഷയമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സ്വീകരണ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥികൾ പങ്കെടുത്തു. കഴിഞ്ഞ ഭരണസമിതികൾ നടപ്പാക്കിയ വികസന പദ്ധതികളുടെ തുടർച്ചയ്ക്ക് എൽഡിഎഫ് ഭരണസമിതി വീണ്ടും അധികാരത്തിൽ വരേണ്ടത് അനിവാര്യമാണെന്ന് വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി പറഞ്ഞു. തന്റെ ഭരണകാലത്ത് നടപ്പാക്കിയ വികസന പുരോഗതി എടുത്തു പറഞ്ഞായിരുന്നു പി ഷാജിയുടെ പ്രസംഗം. വികസനവും ക്ഷേമവും ഉറപ്പാക്കിയിട്ടാണ് പെരിന്തൽമണ്ണ നഗരസഭയിലെ 30ാമത്തെ വർഷം പൂർത്തിയാക്കി ഞങ്ങൾ പടിയിറങ്ങുന്നത്. പെരിന്തൽമണ്ണ നഗരസഭയുടെ വികസനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു 5 വർഷത്തെ വികസനം മാത്രം പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമാവില്ല. നമ്മുടെ നഗരസഭ തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലുകൾ ചുമതലയിലിരിക്കാൻ തുടങ്ങിയിട്ട് 30 വർഷമായി. 95-ലാണ് ആദ്യത്തെ കൗൺസിൽ ചുമതലയേൽക്കുന്നത്. അന്നു മുതൽ ഇന്നു വരെയുള്ള കൗൺസിലുകൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ ആകെ വിലയിരുത്തുമ്പോഴാണ് നമ്മുടെ നാട് പെരിന്തൽമണ്ണ നഗരസഭ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എല്ലാ ക്ഷേമവും ഉറപ്പുവരുത്തിയെന്ന് നമ്മൾ അവകാശപ്പെടുന്നത് വെറുതെ വീമ്പ് പറയുകയല്ല. ക്ഷേമപ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ അവന്റെ പ്രയാസത്തിൽ ഇടപെടുക എന്നുള്ളതാണ്. ഏറ്റവും വലിയ ക്ഷേമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്, ഒരു സാധാരണക്കാരനെ അവന്റെ സ്വപ്നമായിട്ടുള്ള പാർപ്പിടം, വീട് എന്ന സ്വപ്നം അത് സാക്ഷാത്കരിച്ചിട്ടുള്ള, എല്ലാവർക്കും വീട് നൽകിയിട്ടുള്ള ഒരു നഗരസഭയാണ് നമ്മുടെ. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.